നമസ്കാരം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്താണ് അനീമിയ, അനീമിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അനീമിയ പരിഹരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നൊക്കെ വിശദമായി കണ്ടു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനീമിയ ഉള്ളവർ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് കഴിക്കുന്ന ആൾക്കാർ എങ്ങനെ ശരിയായ രീതിയിൽ സപ്ലിമെൻറ്റ് കഴിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി അനീമിയ എന്നത് വളരെ എളുപ്പം പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ അനീമിയയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ അനീമിയ പരിഹരിക്കാൻ വേണ്ടുന്ന ആഹാരത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലവും ഇന്നും പലരുടെയും അനീമിയ പരിഹരിക്കാതെ ഇങ്ങനെ പോവുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റും ലോകാരോഗ്യ സംഘടനയും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും പല ഹെൽത്ത് വർക്കേഴ്സും പലയധികം പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടും ഇന്നും അനീമിയയുടെ തട്ട് താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺസ് അനീമിയ പരിഹരിക്കാത്തതിൻ്റെത്? ഒന്ന്, അനീമിയ യഥാസമയം നമ്മൾ തിരിച്ചറിയുന്നില്ല. രണ്ട്, നമ്മൾ അനീമിയയ്ക്ക് വേണ്ടി കഴിക്കുന്ന അല്ലെങ്കിൽ അനീമിയ പരിഹരിക്കാൻ വേണ്ടി കഴിക്കുന്ന അയൺ റിച്ചായ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ആവശ്യത്തിന് അയൺ ഇല്ല, അല്ലെങ്കിൽ ശരീരത്തിലോട്ട് അത് അബ്സോർബ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ബീട്രൂട്ട് അല്ലെങ്കിൽ അനാർ, ഇതൊക്കെയാണ് നമ്മൾ ധാരാളം അനീമിയ ഉള്ളവരോട് കഴിക്കാൻ പറയുന്നത് അല്ലേ. പക്ഷേ ഇതിലൊന്നും ആവശ്യത്തിന് അയൺ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊരു റീസൺ, അയൺ റിച്ചായ ആഹാരത്തിൻ്റെ കൂടെ കഴിച്ചുകൂടാൻ പാടില്ലാത്തത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടാനിൻസ് അല്ലെങ്കിൽ ഓക്സലേറ്റ്, ഫൈറ്റേറ്റ്സ്, ഇതൊക്കെ അയണിൻ്റെ അബ്സോർപ്ഷൻ തടയും. ഒന്നാമത് നമ്മുടെ ബോഡിക്ക് അയൺ അബ്സോർപ്ഷൻ ഭയങ്കര കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ അയൺ റിച്ചായ ഫുഡിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ സപ്ലിമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കെമിക്കലുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അയണിൻ്റെ അബ്സോർപ്ഷൻ വളരെ കുറയും. ഇനി അയൺ റിച്ചായ ആഹാരത്തിലൂടെ കഴിക്കേണ്ട ആഹാരങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബീറ്റാ കരോട്ടിൻസ്, ഇതൊക്കെ അയണിൻ്റെ അബ്സോർബൻ വളരെയധികം കൂട്ടും. അപ്പോൾ പലപ്പോഴും അയൺ റിച്ചായ ആഹാരങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കേണ്ട ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല, കഴിക്കാൻ പാടില്ലാത്ത പലതും കഴിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ അയണിൻ്റെ അബ്സോർപ്ഷൻ വളരെ കുറയുന്നതും നമ്മൾ അനീമിയ പരിഹരിക്കാൻ പറ്റാത്തതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇനി അയൺ റിച്ചായ ആഹാരങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ കൂടെ എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മളൊന്ന് ഇവിടെ നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്താണ് ഹീം അയൺ, എന്താണ് നോൺ ഹീം അയൺ, ഏതൊക്കെ പച്ചക്കറികളിലാണ് അയൺ ധാരാളമുള്ളത്, നോൺ വെജ് സോഴ്സ് എന്തൊക്കെയാണ്, ഇനി സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കഴിക്കേണ്ടത്, ഇനി എന്താണ് ഹീം അയണും നോൺ ഹീം അയണും തമ്മിലുള്ള വ്യത്യാസം. പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന അയണാണ് നമ്മൾ നോൺ ഹീം അയൺ എന്ന് പറയുന്നത്. അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ ഹീം അയൺ എന്ന് പറയുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ അനിമൽസ് എന്ന് പറയുന്നത് ഇപ്പോഴും മൂവ് ചെയ്യുന്നവരാണ് അല്ലേ. ഓടുന്നു, നടക്കുന്നു, പലതരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. അതിനൊക്കെ ഒരുപാട് എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി വേണ്ടുന്നിടത്ത് ഓക്സിജൻ വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിജൻ മെക്കാനിസം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. ഹീമോഗ്ലോബിൻ വരുന്നു, ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നു, ബോഡിയുടെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നു. എന്നാൽ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ മൂവ് ചെയ്യുന്നില്ല, ഒരേ സ്ഥലത്ത് നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എനർജി വളരെ കുറച്ച് മതി, അവരുടെ BMR വളരെ കുറവാണ്. അവർ ഓക്സിജൻ അബ്സോർവ് ചെയ്യുന്നത് എയറിൽ നമ്മൾ അവർ അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ ശ്വസിച്ചിട്ട് പലതരം മെക്കാനിസങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് മാത്രമല്ല, ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഓക്സിജൻ അവർക്ക് ഭയങ്കര ദോഷമാണ് പ്ലാന്റ്സിന്. അതുകൊണ്ടാണ് അവർ ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ പലതരം കെമിക്കൽസ്, ഫൈറ്റേറ്റ്, ഓക്സലേറ്റ് അല്ലെങ്കിൽ പോളിഫിനോൾസ്, ഇങ്ങനെയുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ അയൺ അബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൻറ്റി ന്യൂട്രിയൻസ് ആണ്. ഇനി നമ്മൾ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന നോൺ ഹീം അയൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതായത് 2 to 10%. അതായത് നമ്മൾ 100 ഗ്രാം അയൺ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏകദേശം 2 ഗ്രാം അല്ലെങ്കിൽ മാക്സിമം 10 ഗ്രാം മാത്രമേ നമ്മുടെ ബോഡിയിൽ കയറുള്ളൂ. എന്നാൽ അനിമൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് അബ്സോർബ് ചെയ്യും, ഏകദേശം 50 to 35%. അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ് സോഴ്സിൻ്റെ ഇരട്ടിയോളം നമ്മുടെ ശരീരത്ത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് അല്ല എങ്കിൽ നമ്മളെപ്പോഴും അനിമൽ സോഴ്സിനാണ് കൂടുതലായിട്ട് അയൺ കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ദിവസം എത്രമാത്രം അയൺ ആവശ്യമുണ്ടെന്ന് നോക്കാം അല്ലേ. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ദിവസം എത്ര ആഹാരം അല്ലെങ്കിൽ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്ന്, അല്ലെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റായിട്ട് അയൺ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ദിവസം 8.7 മില്ലിഗ്രാം ആണ് അയൺ വേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് പീരീഡ്സ് ആവുന്നതുകൊണ്ടും അങ്ങനെ കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നതുകൊണ്ടും അവരെ സംബന്ധിച്ചോളം കുറച്ച് കൂടുതൽ അയൺ, അതായത് ഇരട്ടിയോളം അയൺ ആവശ്യമുണ്ട്. ഏകദേശം 14.8 മില്ലിഗ്രാം വേണം 50 വയസ്സ് വരെ. ഇനി അവർക്ക് മെനോപ്പോസായി ഇനി പീരീഡ്സ് ഒന്നും ഇല്ല എങ്കിൽ അവർക്ക് പുരുഷന്മാരെ പോലെ 8.7 മാത്രം മതി. ഇനി പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ നമുക്കറിയാം 2 പേരുടെ അയണാണ് വേണ്ടത്. മാത്രമല്ല ബ്ലഡിന് ഡയലൂഷൻ കൂട്ടുന്നതുകൊണ്ട് കുറച്ച് അയൺ എക്സ്ട്രാ വേണം. ഏകദേശം ഒരു 30 മില്ലിഗ്രാം വരെ ഒരു ദിവസം ഒരു പ്രഗ്നൻ്റായ ലേഡിക്ക് വേണം. ഇനി നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ എത്രമാത്രം അയൺ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോൺ ഹീം സോഴ്സാണ്. അതായത് ഈ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന അയണിൻ്റെ 2 മുതൽ 10% മാത്രമേ നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഓരോന്നിലും എത്രമാത്രം ഉണ്ടെന്ന്. ആദ്യമായിട്ട് നമുക്ക് ചീര നോക്കാം. ചീരയിൽ ഇതെല്ലാം 100 ഗ്രാമിൻ്റെ കണക്കാണ് കേട്ടോ. അപ്പം ചീരയിൽ നമുക്ക് 2.7 മില്ലിഗ്രാമാണ് ഉള്ളത് 100 ഗ്രാം ചീരയിൽ. മുരിങ്ങ എടുത്തു കഴിഞ്ഞാലോ, നമ്മൾ സാധാരണ പച്ചമുരിങ്ങയിൽ ഒരു 5 മില്ലിഗ്രാം 100 ഗ്രാമിൽ 5 മില്ലിഗ്രാം ആണ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുരിങ്ങയുടെ പൗഡർ, അത് ഉണക്കി പിടിച്ച പൗഡറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഏകദേശം 50 മില്ലിഗ്രാം 100 ഗ്രാം മുരിങ്ങ പൗഡറിൽ 50 മില്ലിഗ്രാം ആണുണ്ട്. നമ്മൾ എപ്പോഴും അയൺ സോഴ്സായിട്ട് കണക്കാക്കുന്ന ബീട്രൂട്ടിൽ എത്രയാണ് നോക്ക്, 0.7. 100 ഗ്രാം ബീട്രൂട്ടിൽ നിന്ന് 0.7 മില്ലിഗ്രാമേ ഉള്ളൂ. അതിൻ്റെ 10% അല്ലെങ്കിൽ 5% മാത്രമേ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന മനസ്സിലാക്കുമ്പോൾ എത്ര തുച്ഛമായ അയണാണ് ബീട്രൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി അയണിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് പാഴ്സലി. അതിൽ ഏകദേശം 100 ഗ്രാം പാഴ്സലിൽ ഏകദേശം 3.7 മില്ലിഗ്രാം ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ്സിൻ്റെ വെറൈറ്റി അനുസരിച്ച് 100 ഗ്രാമിൽ 3.2 to 9 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. കാഷ്യൂ എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം കാഷ്യൂലാണ് 6.8 മില്ലിഗ്രാം ഉള്ളത്. ഇനി ചിയ സീഡ്സ് 100 ഗ്രാം ചിയ സീഡ്സിൽ അത്രയും ചിയ സീഡ്സ് എടുക്കുമ്പോഴത്തേക്ക് അത് ഒരുപാട് കാലറി ആവും. അത്ര നമ്മൾ കഴിക്കില്ല. സാധാരണ ഒരു 10 ഗ്രാമോ 20 ഗ്രാമോ ഒക്കെ കഴിക്കുള്ളൂ. എങ്കിലും നമ്മൾ കണക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 100 ഗ്രാം ചിയ സീഡ്സിൽ ഏകദേശം 7.75 മില്ലിഗ്രാം ഉണ്ട്. ഇനി അതിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് എള്ള്. 100 ഗ്രാം എള്ളിൽ 14.8 മില്ലിഗ്രാം ഉണ്ട്. ഇനി നമുക്ക് പയറുവർഗ്ഗങ്ങളെക്കുറിച്ച് നോക്കാം. ഈ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്ത് ധാരാളം ഫൈറ്റേറ്റ്സ് അല്ലെങ്കിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അയൺ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഇതെങ്ങനെയാണ് ഇതിലെ ഫൈറ്റേറ്റ്സ് കുറയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു 80 to 90% ഫൈറ്റേറ്റ്സ് പോകും. അപ്പോൾ നമുക്ക് അയൺ കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങളിൽ നിന്ന് എത്രമാത്രം അയൺ കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ കിഡ്നി ബീൻസ്, വലിയ റെഡ് ബീൻസിലാണെങ്കിൽ ഏകദേശം 100 ഗ്രാമിൽ 5.3 മില്ലിഗ്രാം ഉണ്ട്. ലെൻറ്റിൽസിലാണെങ്കിൽ 6.6 ഉണ്ട്. ഇനി സോയ നല്ലൊരു സോഴ്സാണ്, 8.8 മില്ലിഗ്രാം ഉണ്ട്. നമ്മുടെ വെളുത്ത കടലിൽ ചെക്പിയിൽ 4.7 ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ധാന്യങ്ങൾ എത്രമാത്രം അയൺ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. അയണിൻ്റെ റിച്ച് സോഴ്സാണ് നമ്മുടെ ക്വിനുവ. അതിൽ 100 ഗ്രാം കുക്ക്ഡ് ക്വിനുവയിൽ നമുക്ക് 6 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ സാധാരണ അൺറിഫൈൻഡ് ആയിട്ടുള്ള റൈസിലാണെങ്കിൽ 1.2 മില്ലിഗ്രാം 100 മില്ലിഗ്രാം കുക്ക്ഡ് ആയിട്ടുള്ള റൈസിൽ. ഇനി ഓട്സിലാണെങ്കിൽ 4.7. അതുപോലെ അതിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്, അതായത് മധുരമൊന്നും ചേർക്കാത്ത നമ്മളെ ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ്. അതിൽ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിൽ 10.9 മില്ലിഗ്രാം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറിയൊരു കാൽക്കുലേഷൻ നടത്തി നോക്കാം. അതായത് നമ്മൾ സാധാരണ രക്തക്കുറവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുമ്പോൾ സാധാരണ കഴിക്കാൻ ഉപദേശിക്കുന്ന ആഹാരം ഇതൊക്കെയാണ്. ബീട്രൂട്ട് അല്ലെങ്കിൽ അനാറ്, ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ടെന്ന് ചിലപ്പോഴും ഡോക്ടേഴ്സ് വരെ ഉപദേശിക്കാറുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു അനാറ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര അയൺ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള അയൺ കിട്ടാൻ വേണ്ടി എത്ര അനാറ് കഴിക്കണം അല്ലേ. ഇനി 100 ഗ്രാം അനാർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 0.31 മില്ലിഗ്രാം അയണാണുള്ളത്. അതായത് 1 കിലോ അനാർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 3.1 മില്ലിഗ്രാം കിട്ടും. നമുക്കറിയാം ഇതൊരു നോൺ ഹീം സോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്, ഏകദേശം 2 to 10%. നമുക്ക് ആവറേജ് ഒരു 5% ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ അനാർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.15 മില്ലിഗ്രാമാണ് കിട്ടുക. അതായത് നമ്മൾ നേരത്തെ കണ്ടു ഒരു സ്ത്രീക്ക് ഒരു ദിവസം 15 മില്ലിഗ്രാം അല്ലേ, 14.8 ഏകദേശം 15 മില്ലിഗ്രാം അയൺ ആവശ്യമുണ്ട്. അത്രയും അയൺ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു ദിവസം ഒരു 100 കിലോ അനാർ കഴിക്കേണ്ടി വരും. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊക്കെ 1000 കോഴിക്ക് അരക്കാടെന്ന് പറഞ്ഞ കണക്ക് ഇതൊക്കെ വെറും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വെറും തള്ളുകൾ മാത്രമാണ്. ഒരിക്കലും നിങ്ങൾക്ക് അനാർ എത്ര കഴിച്ചിട്ട് നിങ്ങളുടെ അയൺ ഡെഫിഷ്യൻസി ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അനാർ ഒരു മോശം ഫ്രൂട്ടാണ് എന്നൊന്നുമല്ല. അതിനകത്ത് ധാരാളം വൈറ്റമിൻ സി വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് അയൺ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ അനീമിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അനാർ ധാരാളം കഴിച്ചിട്ട് നിങ്ങൾ അനീമിയ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ബീട്രൂട്ടിൻ്റെ കാര്യം നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഒരു 50 കിലോ ബീട്രൂട്ടെങ്കിലും കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള അയൺ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നോൺ വെജിൽ എത്രമാത്രം അയൺ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു നോൺ വെജ് എന്നുള്ളത് ഹീം അയൺ സോഴ്സാണ്. അതായത് നമ്മുടെ ബോഡിയിൽ അത് ധാരാളമായിട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഏകദേശം 15 to 35% അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നോൺ വെജ് സോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ബീഫിൽ 100 ഗ്രാം ബീഫിൽ 2.7 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഓർഗൻ മീറ്റ്, ലിവർ അല്ലെങ്കിൽ കിഡ്നി, ഇതിലൊക്കെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 6.5 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് 100 ഗ്രാം ലിവറിൽ. ചിക്കനകത്താണെങ്കിൽ 1.4 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഫിഷിൻ്റെ ഒരു വെറൈറ്റി അനുസരിച്ച് വ്യത്യാസം വരാം. സാധാരണഗതിയിൽ ഫിഷിൽ 1.63 വരെ അടങ്ങിയിട്ടുണ്ട്. ധാരാളമായിട്ട് അയൺ കണ്ടന്റ് ഉള്ളത് നമ്മുടെ മത്തി അല്ലെങ്കിൽ ചൂര ഇതിലൊക്കെയാണ്. അതിലൊക്കെ ഏകദേശം 3 അല്ലെങ്കിൽ 4 മില്ലിഗ്രാം പെർ 100 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്.
ഇനി ഷെൽ ഫിഷുകൾ, അതായത് നമ്മളെ കല്ലുമേക്കായ അല്ലെങ്കിൽ ഓയിസ്റ്റർ അങ്ങനത്തെ സാധനങ്ങളിൽ ഏകദേശം 3 മില്ലിഗ്രാം വരെ 100 ഗ്രാമിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി മുട്ടയിൽ 100 ഗ്രാം മുട്ടയിൽ ഏകദേശം 1 മില്ലിഗ്രാം അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അയണിൻ്റെ വെജിറ്റബിൾ സോഴ്സും നോൺ വെജ് സോഴ്സും കണ്ടു. നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വളരെ കുറച്ച് അയൺ മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് പ്ലാന്റ് സോഴ്സിൽ നിന്ന് 2 to 10%, അനിമൽ സോഴ്സ് ആയാൽ പോലും ഒരു 15 to 35%. അതായത് നമ്മളിപ്പം ബീഫ് ലിവറിൽ 100 ഗ്രാമിൽ 6 മില്ലിഗ്രാം അയൺ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ഏകദേശം ഒരു 2-3 മില്ലിഗ്രാം മാത്രമേ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുകയുള്ളൂ. മാത്രമല്ല പ്ലാന്റ് സോഴ്സിൽ നിന്ന് തന്നെ പ്ലാന്റ് സോഴ്സ് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് അയൺ മാത്രമേ അബ്സോർബ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് മാക്സിമം അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഈ അയൺ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ വൈറ്റമിൻ സി എൻഹാൻസ് ചെയ്യും. അതായത് നമ്മൾ ഈ ആഹാരം കഴിക്കുമ്പോൾ ഈ അയൺ കഴിക്കുമ്പോഴത്തേക്ക് അയൺ കടന്ന ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ സി ധാരാളമുള്ള ആഹാരങ്ങൾ കഴിക്കുക. അത് അയൺ അബ്സോർപ്ഷൻ കൂട്ടും. എന്തൊക്കെയാണ് വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളത്? നമുക്കറിയാം പേരയ്ക്കുണ്ട്, അല്ലെങ്കിൽ പുളിപ്പുള്ളത് നാരങ്ങ, ഓറഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ പെപ്പർ അല്ലെങ്കിൽ മുളക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈറ്റമിൻ സി ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. അതൊക്കെ അയൺ അബ്സോർപ്ഷനെ കൂട്ടും. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ എപ്പോഴും ഈ അയൺ സോഴ്സ് ഉള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ സി കൂടി ഉൾപ്പെടുത്താൻ നോക്കുക. പലപ്പോഴും നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിക്കും അല്ലേ, അല്ലെങ്കിൽ ഇറച്ചി കഴിച്ച ശേഷം നമ്മൾ ലൈം ജ്യൂസ് കുടിക്കും. ഇതൊക്കെ അയൺ അബ്സോർപ്ഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അയൺ ധാരാളമുള്ള ആഹാരങ്ങൾ കഴിച്ച ശേഷം ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു പേരയ്ക്കോ അല്ലെങ്കിൽ ഒരു നാരങ്ങയോ കുടിച്ചു കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ ധാരാളമായിട്ട് കൂടും. ഇനി രണ്ടാമത്തത് വൈറ്റമിൻ എ ആൻഡ് ബീറ്റാ കരോട്ടിൻ. വൈറ്റമിൻ എയും അയൺ അബ്സോർപ്ഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വൈറ്റമിൻ എ ധാരാളമുള്ള കളറുള്ള ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാപ്സിക്കം അല്ലെങ്കിൽ ഓറഞ്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വൈറ്റമിൻ എ ധാരാളമുണ്ട്. ഇതും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക. അപ്പോൾ അയൺ അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ ഇനി എന്തൊക്കെ ആഹാരങ്ങൾ ഈ അയണിൻ്റെ അബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. കാരണം അതൊക്കെ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയൺ റിച്ച് ആയിട്ടുള്ള കുറേ ആഹാരങ്ങൾ കഴിക്കുന്നു, പക്ഷേ നമ്മൾ അനീമിയ ഒട്ടും ഇമ്പ്രൂവ് ആവുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഈ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതിന് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ, കാപ്പി. ചായയിലും കാപ്പിയിലും പോളിഫിനോൾസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ചായയിലടങ്ങിയിരിക്കുന്ന ടാനിൻ. ഇതൊക്കെ അയണിൻ്റെ അബ്സോർപ്ഷനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് ചായയും കാപ്പിയും നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറത്തേക്ക് ചായയും കാപ്പിയും കുടിക്കരുത്. 2, കാൽഷ്യം റിച്ച് ഫുഡ്. പാല് കുടിക്കരുത്. അല്ലെങ്കിൽ പാല് കറന്ന ആഹാരങ്ങൾ കഴിക്കരുത്. കാൽഷ്യമുള്ള മറ്റുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, അയൺ സപ്ലിമെൻറ്റ്സിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കരുത്. കാരണം അത് അയണിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും. ഇനി മൂന്നാമത്തേതാണ് ഫൈറ്റേറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടു ഈ പയറിലൊക്കെ ധാരാളം ഫൈറ്റേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതൊരു ആൻറ്റി ന്യൂട്രിയൻ്റാണ്. അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയറുവർഗ്ഗങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക. നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള ഈ ഫൈറ്റേറ്റ്സൊക്കെ നശിച്ചു പോകും ഒരു പരിധിവരെ. ഇനി സപ്ലിമെൻറ്റ് കഴിക്കുന്നത് എങ്ങനെയാണെന്നാണ്. പലപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അയൺ കുറവായിരിക്കും, നമ്മൾ സപ്ലിമെൻറ്റ് കഴിക്കും. മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മാസം കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ബ്ലഡ് ലെവൽ ഏകദേശം കറക്റ്റായി. പിന്നെ നമ്മളവിടെ നിർത്തും. പിന്നെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് വീണ്ടും അനീമിയാവും. വീണ്ടും നമ്മൾ കഴിക്കും. അവസാനം നമ്മൾ വിചാരിക്കും നമ്മുടെ അനീമിയ ഒരിക്കലും കറക്റ്റ് ആവില്ല എന്ന്. അത് നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ കാലം ഈ അയൺ സപ്ലിമെൻറ്റ് കഴിക്കാത്തതുകൊണ്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, എപ്പോഴാണ് കഴിക്കേണ്ടത്? നമ്മളെപ്പോഴും പറയുന്നത് എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് ആഹാരത്തിന് മുന്നേ കഴിക്കണം എന്നാണ്. പലപ്പോഴും അങ്ങനെ കഴിക്കുമ്പോൾ പലർക്കും വയറിൽ ഇറിറ്റേഷൻ, ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്കത് പറ്റുന്നില്ല, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം ആഹാരത്തിന് ശേഷം കഴിക്കുക. ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമ്മൾ നേരത്തെ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ അയൺ സപ്ലിമെൻറ്റ് കഴിച്ച ശേഷം നമ്മൾ വൈറ്റമിൻ സി ധാരാളം, നാരങ്ങ വെള്ളം കുടിക്കാം, ഓറഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ പേരയ്ക്ക കഴിക്കാം, അങ്ങനെ സാധനങ്ങൾ കഴിക്കാം. അതുപോലെ വൈറ്റമിൻ എ അല്ലെങ്കിൽ ബീറ്റാ കരോട്ടിൻ ഉള്ള സാധനങ്ങൾ, അതേതൊക്കെയാണ് നേരത്തെ പറഞ്ഞു. ഈ സാധനങ്ങൾ കഴിക്കുക. ധാരാളമായിട്ട് പ്രോട്ടീൻ, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ സഫീഷ്യൻ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഹീമോഗ്ലോബിൻ, അയണും പ്രോട്ടീനും ചേർന്നിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ സഫീഷ്യൻ്റായിട്ട് പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. ഇനി എന്തൊക്കെയാണ് അയൺ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിച്ചുവിടാത്തത്? അത് നമ്മൾ നേരത്തെ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അത് എന്നാലും ഒന്നുകൂടി പറയാം. ഒന്ന്, ചായ, കാപ്പി. ഇതൊന്നും അയൺ സപ്ലിമെൻറ്റ് കഴിച്ച് മിനിമം 1 മണിക്കൂറത്തേക്ക് കഴിക്കരുത്. രണ്ടാമത്തത് കാൽഷ്യം അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്, കാൽഷ്യം ചേർന്ന പാൽ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കരുത്. അതുപോലെ കാൽഷ്യം സപ്ലിമെൻറ്റ് കഴിക്കരുത്. അതിൻ്റെ കൂടെ ഏകദേശം നമ്മൾ മിനിമം 1 മണിക്കൂർ ഗ്യാപ്പിട്ട് വേണം സപ്ലിമെൻറ്റുകൾ കഴിക്കണമെങ്കിൽ കഴിക്കുക. ഇനി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യമാണ് എത്ര നാൾ അയൺ ഗുളിക കഴിക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മൈൽഡായിട്ടുള്ള അനീമിയൊക്കെ ആണെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് ഏകദേശം അവരുടെ അനീമിയ ഇമ്പ്രൂവ് ആവും. 1 മാസം മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം അവരുടെ അനീമിയ കറക്റ്റ് ആവും. പലപ്പോഴും പലരും അവിടെ വെച്ച് ഈ അയൺ ഗുളിക കഴിക്കുന്നത് നിർത്തും. കാരണം അയൺ ഗുളിക കഴിക്കുന്ന അത്ര നല്ല സുഖമുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ
നമ്മൾ 3 മുതൽ 6 മാസം വരെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മളെ എല്ലിനകത്ത്, നമ്മളെ ബോൺ മാരോയ്ക്കകത്തു നിന്നാണ് ഈ ബ്ലഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഡെഫിഷ്യൻസിയോട് നമ്മൾ റീസ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും 3 മുതൽ 6 മാസം വരെ അയൺ ഗുളിക കഴിക്കാൻ പറയാറുണ്ട്. അതെപ്പോഴും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം, അങ്ങനെ ഇനി എത്ര നാൾ കഴിക്കണമെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം മാത്രമേ അയൺ ഗുളിക കഴിക്കുന്നത് നിർത്താവുള്ളൂ. ഇനി അയൺ കുറച്ചധികം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം, അത് പലപ്പോഴും ആഹാരത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് അത്ര അയൺ ഓവർലോഡ് വരില്ല. പലപ്പോഴും സപ്ലിമെൻറ്റ് ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ നമ്മൾ ഒരുപാട് വാങ്ങി കഴിച്ചാൽ ചിലപ്പോൾ അയൺ ഓവർലോഡ് വരാം. അത് തീർച്ചയായിട്ടും ലിവറിനൊക്കെ കേടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ ഡോക്ടറോട് ചോദിക്കുക, ആ ബ്ലഡ് ടെസ്റ്റിലെല്ലാം ഫോളോ അപ്പ് ചെയ്യുക, എന്നിട്ട് എപ്പോഴാണ് നിർത്തേണ്ടത് ആ സമയത്ത് നിർത്തുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഹീമയൺ എന്താണ്, നോൺ ഹീമയൺ എന്താണ്, പ്ലാന്റ് സോഴ്സ് എന്തൊക്കെയാണ്, അനിമൽ സോഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാം, അല്ലെങ്കിൽ എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നത്, ഇനി സപ്ലിമെൻറ്റ്സ് എങ്ങനെ കഴിക്കാം, എത്ര നാൾ കഴിക്കണം, അതിൻ്റെ കൂടെ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം, എന്തൊക്കെ കഴിച്ചുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.